കുൽദീപിന്റെ പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ മറ്റൊരു ബോളർ കൂടി പറയേണ്ടിയിരിക്കുന്നു, ഹാരിസ് റൌഫ്. ഹാരിസ് റൌഫ് എന്നുള്ള ബോളർ ഈ മത്സരത്തിൽ 3.4 ഓവറിൽ 50 റൺസ്. ഹാരിസ് റൌഫിനെ നമുക്കറിയാം, ഹാരിസ് റൌഫിനെ അടിച്ചിട്ടാണ് ഇന്ത്യ ജയിച്ചതെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു സന്തോഷമാണ്. കാരണം ഹാരിസ് റൌഫ് കഴിഞ്ഞ മത്സരത്തിൽ പിന്നെ ഇന്ത്യൻ കാണികളെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ജസ്റ്റർ അത് ഭയങ്കരമായിട്ട് വിവാദമായിരുന്നു. 6-0 ഒപ്പം തന്നെ പ്ലെയിൻ തകർന്നു വീഴുന്ന അതിന് തിരിച്ചു കിട്ടി. കാരണം ജസ്പ്രീത് ബുംറ ക്ലീൻ ബൗൾ ചെയ്താണ് ഈ പ്ലെയിൻ ലാൻഡിംഗ് നടത്തി. ഹാരിസ് റൌഫ് ഇതുപോലെ അപമാനിതനായ മറ്റൊരു മത്സരം ഉണ്ടാവില്ല. കാരണം ഹാരിസ് റൌഫിന്റെ ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ ഹാരിസ് റൌഫിന് എന്തിനാണ് ഒരു ക്രൂഷ്യൽ ഓവർ പാകിസ്ഥാൻ കൊടുത്തത് എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. കാരണം ഇതിനു മുമ്പുള്ള ചരിത്രം എന്ന് പറയുമ്പോൾ വിരാട് കോഹ്ലിയുടെ ആ ഒരു സിക്സർ 2022 ലോകകപ്പിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനുശേഷം 2024 ലോകകപ്പിൽ പാകിസ്ഥാൻ ആദ്യമായിട്ട് ഒരു അസോസിയേറ്റഡ് രാജ്യമായ USA തോറ്റു. USA തോറ്റ സമയത്ത് ലാസ്റ്റ് 6 ബോളിന് 15 റൺസ് എന്നുള്ളൊരു ഇക്വേഷൻ ആയിരുന്നു. USA ലോക ക്രിക്കറ്റിലെ ഏറ്റവും കുഞ്ഞൻ ടീമാണ്, അവർ പിച്ച വെച്ച് വരുന്ന ഒരു ടീമാണ്. അതേ ടീമിനെതിരെ ഹാരിസ് റൌഫ് 15 റൺസ് ആ ലാസ്റ്റ് ഓവറിൽ വഴങ്ങിയിട്ടുണ്ട്. 15ാമത്തെ ഓവറിൽ 17 റൺസാണ് വഴങ്ങുന്നത്. 17ാമത്തെ ഓവറിൽ 13 റൺസാണ് വഴങ്ങുന്നത്. ആ 2 ഓവറിൽ 30 റൺസിന്റെ നേടി, അത് വളരെ ക്രൂഷ്യലാവുകയും ചെയ്തു. അതിൽ 13 എക്കോണമി, ഇതിൽ എക്കോണമി 10 കടന്നിട്ടുള്ള പാകിസ്ഥാന്റെ ഏക ബോളർ. അതെ, ഇന്ത്യൻ നിരയിൽ നോക്കുകയാണെങ്കിൽ ഒറ്റ ബോളറും 10 എക്കോണമി കടന്നിട്ടില്ല എന്നുള്ളത് ബുംറയെ സംബന്ധിച്ചൊക്കെ ചിലപ്പോൾ അവസാനം അടിയോളം നമ്മൾ വിചാരിച്ചു. ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ടത്, ഇതിൽ ഇനി നമ്മൾ ചർച്ച ചെയ്ത തിലക് വർമ്മയുടെ പേരാണ്. ഒരു കാര്യം കൂടിയുണ്ട്, ആ സമയത്ത് കോച്ചും ഹാരിസ് റൌഫും, നമ്മൾ കളി കണ്ടവർക്ക് അറിയാം, ഹാരിസ് റൌഫും കോച്ചും തമ്മിലൊരു കോൺവെർസേഷനും. കാരണം ഓഫ് സൈഡിൽ പന്തെറിയാന്ന് പുള്ളി ഒറ്റക്ക് വിക്കറ്റ് എടുക്കാനാണ് ശ്രമിക്കുന്നത്. കാരണം ആ സമയത്ത് ഡോട്ട് ബോളുകൾ പാകിസ്ഥാന് രക്ഷയാകുമെന്ന് കരുതിയ സമയത്താണ് പുള്ളി ഒറ്റക്ക് വിക്കറ്റ് എടുത്ത് ഞാനൊരു ഹീറോ ആകും എന്നുള്ളൊരു പരിവേഷമൊക്കെ കൊടുത്തിട്ടാണ് 17ാമത്തെ ഓവറിലെ അവസാനം വന്നൊരു മുമ്പ് സിക്സർ അടിച്ചു. മൊത്തത്തിൽ നോക്കുമ്പോൾ ഹാരിസ് റൌഫിന്റെ ആ ഓവറുകളാണ് തീർച്ചയായിട്ടും കളി പാകിസ്ഥാന്റെ കയ്യിൽ നിന്ന് കൊണ്ടുപോകുന്നത്.